ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നവരാത്രിയുടെ 5-ാം ദിവസമാണ് കേട്ടോ. ഇന്നത്തെ നവരാത്രി പ്രസാദമായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് കേട്ടോ. അല്ലെങ്കിൽ അതിന് ചതുശ്ശതമൊന്നും പേരുണ്ട്. സാധാരണ അമ്പലങ്ങളിലൊക്കെ പ്രസാദമായിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമാണ് കേട്ടോ ഈ ഇടിച്ചു പിഴിഞ്ഞ പായസം. അപ്പം നമുക്കതിൻ്റെ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പം നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം ഉണ്ടാക്കാനായിട്ട് അരക്കപ്പ് ഉണക്കലരിയാണ് കേട്ടോ എടുത്തേക്കണത്. അത് ചെറിയ പായസരി ഉണ്ടല്ലോ, പൊടിയരി പോലുള്ള ഉണക്കലരിയാണ് എടുത്തേക്കണത്. പിന്നെ ശർക്കര, 2 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നാളികേരപ്പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജീരകം അതൊന്ന് വറുത്ത് പൊടിക്കണം. പിന്നെ ചുക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക തൊലി കളഞ്ഞൊന്ന് പൊടിച്ചെടുക്കണം. ഇനി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 3-ാം പാലാണ് കേട്ടോ ഒഴിക്കണത്. ഈ 3-ാം പാലിൽ വേണം നമുക്ക് ഈ ഉണക്കലരി വേവിച്ചെടുക്കാനായിട്ട്. അപ്പം നമ്മുടെ ഉണക്കലരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് അങ്ങനെ പേര് വരാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നാളികേരപ്പാലാണ് അധികമായിട്ട് ചേർക്കണത്. അപ്പോൾ ഈ നാളികേരം പണ്ട് നമ്മൾ ഉരലിലോ ഒക്കെ ആണല്ലോ അത് ഇടിച്ച് പിഴിഞ്ഞ് തോർത്തുമുണ്ടിലൊക്കെ ഇട്ട് നല്ലതായിട്ട് പിഴിഞ്ഞ് അങ്ങനെയാണല്ലോ എടുക്കണത്. അപ്പം ഇപ്പം പിന്നെ മിക്സിയൊക്കെ ഉണ്ട്, കാര്യം വളരെ എളുപ്പമായിട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസമെന്ന് അങ്ങനെ പേര് വന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ആ അരിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ജീരകം ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ജീരകം ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇപ്പോൾ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടികല്ലിൽ ആ ജീരകവും പിന്നെ ആ ചുക്കിൻ്റെ കഷ്ണവും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഏലക്കയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കയുടെ തൊലി ഇടാറില്ല, ആ തൊലി കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കുരു മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ ആ ഇടികല്ലിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ആ ചുക്കിൻ്റെയൊക്കെ തൊലി ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് എടുത്ത് കളയുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ഇടാനായിട്ടുള്ള ചുക്ക്, ജീരക, ഏലക്കാപ്പൊടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി 3/4 ഭാഗം വേവായിട്ടുണ്ട്. ആ തേങ്ങാപ്പാലൊക്കെ ആദ്യം ഒഴിച്ച തേങ്ങാപ്പാലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ വേവാനുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാൽ നമ്മൾ എടുത്ത് വെച്ച് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുത്ത് അത് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അരി വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വേവിക്കാം കേട്ടോ. തേങ്ങാപ്പാലിൽ തന്നെ വേവിക്കണമെന്നില്ല. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ നമ്മൾ 3-ാം പാലിൽ വേവിച്ച പോലെ തന്നെ കുക്കറിൽ ഇട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു അരമണിക്കൂർ മുന്നേ ആ അരി ഒന്ന് കുതിർക്കാനിട്ടിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പെട്ടെന്ന് വേവിടുന്നത്. പിന്നെ കുഞ്ഞ് ഉണക്കലരിയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഇടേണ്ട ആവശ്യമില്ല. ഒരു അരമണിക്കൂർ ഒന്ന് വെള്ളത്തിൽ കുതിർക്കാനിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ആ 2-ാം പാൽ ഒഴിച്ച് ഇനിയിപ്പോൾ അതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ ആ അരി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ അരി വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കൽക്കണ്ടം വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിവിടെ ചേർക്കണില്ല, ചില ആൾക്കാരൊക്കെ കൽക്കണ്ടം ചേർക്കാറുണ്ട് കേട്ടോ. ഇപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിവിടെ മധുരത്തിനായിട്ട് 2 അച്ച് ശർക്കരയാണ് കേട്ടോ ചേർത്തേക്കണത്. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് 1 അച്ചും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മധുരം കുറച്ച് മതി എന്നുള്ളത് കൊണ്ടാണ് ഞാൻ 2 അച്ച് ചേർത്തത്. 1 അച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല മധുരമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ശർക്കരപ്പാനി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ടൊന്ന് ആ ശർക്കരയുടെ മധുരമൊക്കെ അരിയിലൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ആ ശർക്കരപ്പാനി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോണത് കദളിപ്പഴമാണ് കേട്ടോ. കദളിപ്പഴം ഇതുപോലെ 2ആയിട്ട് മുറിച്ച് ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. അതാണ് ചേർക്കാൻ പോണത് കേട്ടോ. ഇത് മിക്കവാറും അമ്പലങ്ങളിൽ വഴിപാടായിട്ട് കിട്ടുന്ന ഒരു പായസമാണ് കേട്ടോ. വേലയ്ക്ക് ഇവിടെ പാറമേക്കാവ്, ശങ്കരംകുളങ്ങര, തിരുവമ്പാടി അങ്ങനെ വേലയ്ക്കൊക്കെ ഈ ചതുശ്ശതം അതായത് ഇടിച്ചു പിഴിഞ്ഞ പായസമാണ് കേട്ടോ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ കദളിപ്പഴം ചേർത്ത്. ഇപ്പോൾ കദളിപ്പഴം കിട്ടിയില്ലെങ്കിൽ വേറെ പഴവും ചേർക്കാം കേട്ടോ. ചെറിയ പഴങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമുക്ക് ചേർക്കാം. പാളയംകുളം പഴമാണെങ്കിൽ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഒരു പുളി വരും കേട്ടോ. അപ്പം കദളിപ്പഴമാണ് ശരിക്കും ആ മണം ഒക്കെ വരുന്നത് ആ കദളിപ്പഴത്തിനാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ചുക്ക്, ജീരകം, ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ടൊരു സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലാണ് ചേർക്കാനുള്ളത്. 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മൾ 1-ാം പാൽ ചേർത്ത ഉടനെ തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂടിൽ തന്നെ ഒന്ന് ചൂടായാൽ മതി 1-ാം പാൽ. അപ്പോൾ നമ്മൾ 1-ാം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേണമെങ്കിൽ ചേർത്താൽ മതി.
ഞാനിവിടെ ചേർക്കേണ്ട ആ ഒരു നെയ്യുടെയും കൂടെ ഒരു മണം വരുമ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും പായസത്തിന്. അപ്പം ആ നെയ്യും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ആ നെയ്യും കൂടെ ഒഴിച്ചപ്പോൾ നല്ലൊരു മണം കേട്ടോ വരുന്നത്. ആ ചുക്ക്, ജീരകം, ഏലക്കയുടെ പൊടിയുടെ മണവും നാളികേരപ്പാലിൻ്റെയും ഈ നെയ്യും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു മണമാണ് കേട്ടോ ഈ പായസത്തിന് വരുന്നത്. പിന്നെ ഈ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് നമ്മൾ അണ്ടിപ്പരിപ്പോ അങ്ങനെയുള്ളതൊന്നും വറുത്തിടാറില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇടിച്ചു പിഴിഞ്ഞ പായസം ദേവിക്ക് നേദിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഈ പായസം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. നാളികേരപ്പാൽ പിഴിയുക എന്നുള്ളൊരു ജോലി കഴിഞ്ഞാൽ പിന്നെ ഉണക്കലരി ആയാലും പെട്ടെന്ന് തന്നെ വെന്തോളും. അപ്പോൾ വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്